വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുത്ത നടിയാണ് ഗായത്രി സുരേഷ്. മിസ് കേരളയായിരുന്ന ഗായത്രി സുരേഷ് കുഞ്ചാക്കോ ബോബന്റെ നായികയായാണ് സിനിമയിലെത്തുന്നത്. ജമുന പ്യാരി ആയിരുന്നു ഗായത്രിയുടെ ആദ്യ സിനിമ. ചിത്രം വലിയ ശ്രദ്ധ നേടിയില്ലെങ്കിലും ഗായത്രി ആളുകൾക്ക് പ്രിയങ്കരിയാവുകയും താരത്തിനു തുടർന്നും നിരവധി അവസരങ്ങൾ ലഭിക്കുകയുമായിരുന്നു. ജമുന പ്യാരിക്ക് ശേഷം 2016 പുറത്തിറങ്ങിയ ഒരേ മുഖം, കരിങ്കുന്നം, സിക്സസ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ആ വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് 2017 സഖാവ്, ഒരു മെക്സിക്കൻ അപാരത, വർണ്ണത്തിൽ ആശങ്ക എന്നീ ചിത്രങ്ങളിലും താരം അഭിനയിച്ചു. 2018 കല, വിപ്ലവം, പ്രണയം എന്ന ഗായത്രിയുടെ സിനിമയും ശ്രദ്ധ പിടിച്ചുപറ്റി. ചിൽഡ്രൻസ് പാർക്കാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത ഗായത്രിയുടെ സിനിമ. 32കാരിയായ ഗായത്രി തെലുങ്കിലും സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ട്രോള് വാരിക്കൂട്ടിയിട്ടുള്ള മലയാളത്തിലെ യുവനടി ഗായത്രിയായിരുന്നു. അഭിമുഖങ്ങളിൽ താരം പറഞ്ഞ ചില കാര്യങ്ങളാണ് അന്ന് താരം പരിഹസിക്കപ്പെടാൻ കാരണമായത്. എന്തും വെട്ടിത്തുറന്നു പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് ഗായത്രി സുരേഷ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കെടുത്ത ഏറ്റവും പുതിയ അഭിമുഖമാണിപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അഭിമുഖത്തിൽ തന്റെ പുത്തൻ വിശേഷങ്ങളെല്ലാം ഗായത്രി പങ്കിട്ടു. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാറ്റ് ഷോയിലാണ് ഗായത്രി അതിഥിയായി എത്തിയത്. അഭിമുഖത്തിനിടെ നടി മാനസ ഗായത്രിയോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഇരുവരും സുഹൃത്തുക്കളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ്. ചിൽഡ്രൻസ് പാർക്ക് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മൂന്നാറിൽ വെച്ച് നടക്കുന്ന സമയത്ത് ആരുടെ ഫോണിലും റേഞ്ച് ഇല്ല. BSNL ഉള്ളവർക്ക് മാത്രം ഇടയ്ക്ക് റേഞ്ച് വന്നു പോകുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഗായത്രി ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് ഒന്ന് ഓണാക്കി അവിടെ വെക്കും. റേഞ്ച് വന്നോ എന്ന് നോക്കുന്നതാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ അല്ല, ശരിക്കും ഗായത്രി ഫോണിൻ്റെ വാൾപേപ്പറാണ് ഇടയ്ക്കിടെ നോക്കിയത്. അന്ന് ഗായത്രിയുടെ വാൾപേപ്പർ പ്രണവിനൊപ്പം ചേർത്ത് വെച്ച ഗായത്രിയുടെ ഫോട്ടോയായിരുന്നു. ഇപ്പോഴും ആ ഇഷ്ടം ഗായത്രിക്ക് പ്രണവിനോടുണ്ടോ? ഇപ്പോഴത്തെ ഫോൺ വാൾപേപ്പർ എന്തായിരുന്നു എന്നായിരുന്നു മാനസയുടെ ചോദ്യം. പ്രണവിനെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിലാണ് മുൻപും ഗായത്രി പരിഹസിക്കപ്പെട്ടിട്ടുള്ളത്. മാനസയുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഗായത്രി നൽകി. ഇപ്പോൾ എൻ്റെ വാൾപേപ്പർ പ്രണവല്ല. ഒരു എലിജിബിൾ ബാച്ചിലർ എന്ന നിലയിൽ എനിക്ക് ഇപ്പോഴും പ്രണവിനോട് ഇഷ്ടമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വലിയൊരു ആരാധികയാണ്. വളരെ സിനിമാറ്റിക് ആൻഡ് ഡ്രമാറ്റിക് ആയിട്ടുള്ള ആളാണ് ഞാൻ. ഒരു അഭിമുഖത്തിൽ സെലിബ്രിറ്റി ക്രഷ് ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രണവ് മോഹൻലാലിനോടാണെന്ന് ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഒറ്റയാളേ ഉള്ളൂ, അത് പ്രണവ് മോഹൻലാലാണെന്നാണ്. അത് വൈറലായി. പിന്നീടുള്ള അഭിമുഖങ്ങളിലെല്ലാം ഇതേക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തെ തടയുക പോലും ചെയ്യാതെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതാണ് ആ ട്രോളും കൂടിയത് എന്നാണ് ഗായത്രി പറഞ്ഞത്. പിന്നീട് പ്രണവിനെ നേരിൽ കാണാൻ പോയതിനെക്കുറിച്ചും ഗായത്രി വെളിപ്പെടുത്തി. 21ാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പ്രണവിനെ കാണാനായി പോയിരുന്നു. എല്ലാവരും പറയുന്നു പ്രണവ് ഇൻട്രോവേർട്ട് ആണെന്ന്. എനിക്കങ്ങനെ തോന്നിയേയില്ല. ഞാൻ പോയി പ്രണവിനെ കണ്ടു. ഞാൻ ഗായത്രി താങ്കളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഹാൻഡ് ഷേക്ക് തന്നു. അപ്പോഴേക്കും ഷോട്ടിന് സമയമായി, അദ്ദേഹം പോയി. അത്രയേ ഉണ്ടായുള്ളൂ എന്നാണ് പ്രണവിനെക്കുറിച്ച് സംസാരിച്ച് ഗായത്രി പറഞ്ഞത്. ഇന്ന് മലയാളത്തിലുള്ള താരപുത്രന്മാരിൽ എല്ലാവരും ഒരു വിസ്മയം പോലെ നോക്കിക്കാണാറുള്ളത് പ്രണവിനെയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ.